നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല കിടുക്കാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോ എന്തായിരുന്നു? നമ്മുടെ PSC ബുള്ളറ്റിലെ പുരസ്കാരങ്ങളെ PSC ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷനിലെ പുരസ്കാരങ്ങളായിരുന്നു ഇന്നലത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞു അതിൽ 6 പേജസാണ് ഉണ്ടായിരുന്നത്. നമ്മൾ 2 പേജാണ് ഇപ്പോൾ ഓൾറെഡി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട 3ാമത്തെ പേജ് നാളത്തെ വീഡിയോ ചർച്ച ചെയ്യാം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നല്ല കിടക്കാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആയിരിക്കൂലേ? അപ്പോൾ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. ഓക്കെ അല്ലേ? നല്ല കിടക്കാറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല PYക്ക് ചോദ്യങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളും അതുപോലെ തന്നെ എല്ലാം ടോപ്പിക് വൈസ് നമ്മളെ PSC ബുള്ളറ്റിനും PSC തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രൊമോഷൻ ഒന്നല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് PSC തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേഗം ജോലി കിട്ടണമെന്ന എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. പറ്റുമെങ്കിൽ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ വാങ്ങുന്നുണ്ടാവും, അവരിൽ നിന്നും ഇത് കളക്ട് ചെയ്ത് വായിക്കുക. ഓക്കെ, വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു ദിവസം മാത്രം മതി കേട്ടോ. ഒരു തൊഴിൽ വീതി വായിക്കണമെങ്കിൽ ഒരു ദിവസം മതി. തൊഴിൽ വാർത്തയാണെങ്കിൽ ഒരു ദിവസം മതിയാകും. ഓക്കെ, യെസ്. ഓക്കെ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പഠിക്കാം. ആദ്യമായി ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം അല്ലേ? ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ടൊവിനോ തോമസ്. ആർക്കാണ്? എല്ലാവർക്കും അറിയാം. ആർക്കാണ്? ടൊവിനോ തോമസിനാണ് അല്ലേ? 15ാമത് JC ഡാനിയൽ PSC ചോദിക്കാറുണ്ട്. JC ഡാനിയൽ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടൊവിനോ തോമസിനാണ്. ടൊവിനോ തോമസ്. ഓക്കെ അല്ലേ? എങ്കിൽ ചോദ്യം ചോദിക്കട്ടെ. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിനാണ്. PSC ചോദിക്കാൻ ഇങ്ങനെയായിരിക്കും ചിലപ്പം. 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രവും അവരുടെ സംവിധായകർ ആരെന്ന് PSC ചോദിക്കാറുണ്ട്. ആരാണ്? ജൂഡ് ആന്റണി ജോസഫ് ആണ് അല്ലെ? ജൂഡ് ആന്റണി ജോസഫ് ആണ്. എങ്കിൽ മികച്ച സംവിധായകനായിട്ട് പാച്ചുവും അത്ഭുത വിളക്കും സംവിധാനം ചെയ്ത അഖിൽ സത്തിനെ തിരഞ്ഞെടുത്തു. മികച്ച സംവിധായകനായിട്ട് പാച്ചുവും അത്ഭുത വിളക്കും സംവിധാനം ചെയ്ത അഖിൽ സത്തിനെ തിരഞ്ഞെടുത്തു അല്ലേ? ഇനി പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിയായിട്ട് അഞ്ജന ജയപ്രകാശിനെ തിരഞ്ഞെടുത്തു. മികച്ച നടി ആരാണ്? യെസ്, അഞ്ജന ജയപ്രകാശനാണ് അല്ലേ? ഏത് സിനിമയിൽ അഭിനയത്തിനാണ്? പാച്ചുവും അത്ഭുത വിളക്കും. ഈ പാച്ചുവും അത്ഭുത വിളക്കും ആരാണ് സംവിധാനം ചെയ്ത? ആരാണ്? അഖിൽ സത്യനാണ്. ഓർത്തു വെക്കുക. 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രം ആര് സംവിധാനം ചെയ്തു? ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്തു അല്ലേ? അപ്പൊ ആർക്ക് ലഭിച്ചു? സംവിധായകനായ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിനാണ്. മികച്ച ബാലചിത്രമായി തെരഞ്ഞെടുത്തത് കൂവി ആണ്. മികച്ച ബാലചിത്രം എന്താണ്? കൂവിയാണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? യെസ്. ഇനി വൈകല്യങ്ങളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈകല്യങ്ങളുടെ പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്. വൈകല്യങ്ങളോട് പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് കൂട്ടുകാരെ? വിജയാമൃതമാണ്. ഏതാണ്? വിജയാമൃതം. ഓർത്തു വെച്ച ഒരു മാർക്ക് കിട്ടും കേട്ടോ. വൈകല്യങ്ങളുടെ പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കൂട്ടുകാരെ വിജയാമൃതം. എങ്കിൽ 40% ഭിന്നശേഷിയുള്ളവരെയാണ് ഇതിലേക്ക് പരിഗണിക്കുക. ചിലപ്പം പ്രസ്താവന രീതി ചിലപ്പോൾ PSC ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഈ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ച് പറയും, കുറച്ച് പ്രസ്താവന തരും. എന്നിട്ടോ 50% ഭിന്നശേഷിയുള്ളവരെയാണ് ഇതിലേക്ക് പരിഗണിക്കുക, അല്ലെങ്കിൽ 60% ഭിന്നശേഷിയുള്ളവരെയാണ് ഇതിലേക്ക് പരിഗണിക്കുക. അപ്പോൾ ഓർത്തു വെക്കുക, 40% ഭിന്നശേഷിയുള്ളവരെയാണ് ഇതിലേക്ക് പരിഗണിക്കുക. ഓക്കെ അല്ലേ? ഇനി
ബിരുദതലത്തിൽ ആർട്സ് വിഷയങ്ങളിൽ 60%, ശാസ്ത്ര വിഷയങ്ങളിൽ 80%, ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ 60% എന്നിങ്ങനെ മാർക്ക് നേടിയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി സാമ്പത്തിക പരാധീനത മൂലം ദുരിതമനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മാതാപിതാക്കൾ രണ്ടുപേരും എന്താണ് ഭിന്നശേഷി ആവണമെന്നില്ല, രണ്ടുപേരും ഭിന്നശേഷിയുള്ളവരായാലും മതി, ഏതെങ്കിലും മാതാവോ പിതാവോ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി ആയാലും മതി, മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നുള്ള സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കൂട്ടുകാരെ? പദ്ധതിയാണ് വിദ്യാകിരണം. ഈ വിദ്യാകിരണം ഒക്കെ PSC ഓൾറെഡി ചോദിച്ചതാണ് കേട്ടോ. എന്താണ്? സാമ്പത്തിക പരാധീനത മൂലം ദുരിതമനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ ഭിന്നശേഷിയുള്ള ആളായാലും മതി, മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാകിരണം അല്ലേ? വിദ്യാകിരണം. ഓക്കെ അല്ലേ? എങ്കിൽ ഭിന്നശേഷിക്കാർക്ക് 1,00,000 രൂപ വരെ വാർഷിക ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ ചികിത്സാ പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? അതാണ് നമ്മുടെ നിരാമയ പദ്ധതി. എന്താണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി അല്ലേ? നിരാമയ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പദ്ധതിയാണ്. എന്താണ്? എന്താണ് ഭിന്നശേഷിക്കാർക്ക് 1,00,000 രൂപ വരെ വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മുടെ നിരാമയ. ഇതിൽ ചേരാൻ BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രതിവർഷം പ്രീമിയം അടക്കണം. ഓക്കെ അല്ലേ? ഇനി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക്, ഇതും ഓൾറെഡി PSC ചോദിച്ചാണ് കേട്ടോ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ 2 വയസ്സാകുന്നത് വരെ പരിപാലിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. ഇമ്പോർട്ടന്റ്, മാതൃജ്യോതി. എത്ര രൂപയാണ്? 2000 രൂപയാണ്. പ്രസ്താവനയിൽ ചിലപ്പോൾ PSC ചോദിക്കുമ്പോൾ 2000 എന്നത് തെറ്റിച്ചിട്ട് 1000 തരാം, അല്ലെങ്കിൽ 2500 തരാം, അല്ലെങ്കിൽ 2 വയസ്സ് വരെ ആകുന്നത് വരെയാണ്. കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ മാത്രമേ ഇത് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ചിലപ്പം 5 വയസ്സ് വരെ, കുഞ്ഞിക്ക് 5 വയസ്സാകുന്നത് വരെ 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ തരാം. അത് തെറ്റാണോ ശരിയാണോ നിങ്ങളോട് ചോദിക്കും. ഓർത്തു വെക്കുക, പഠിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുക. അന്ന് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷനെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചത് മാതൃജ്യോതി. അപ്പം മാതൃജ്യോതിക്കാർക്ക് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് കൊടുത്ത് കൂടുതൽ പഠിക്കൽ മാതൃജ്യോതി. അമ്മമാർക്ക് ഇങ്ങനെ ധനസഹായം എന്താണ് പ്രസവാനന്തരം അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. നിങ്ങൾ പഠിച്ചിട്ട് പോകുമല്ലേ? അങ്ങനെയെല്ലാം ഓരോ പോയിന്റ്സും പഠിക്കണം. ഓരോ പോയിന്റ്സും PSC പരീക്ഷകളിൽ നിങ്ങൾ ഓരോ പോയിന്റ്സ് നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് കൂളായിട്ട് വായിച്ചു പോകുന്ന കാര്യങ്ങളാണ് പരീക്ഷാ ഹാളിൽ നിങ്ങളെ കുഴപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ 2 വയസ്സാകുന്നത് വരെ പരിപാലിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന കാര്യം കൂടി ഓർത്തു വെക്കണേ. ഓക്കെ അല്ലേ? അതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള അവകാശമുണ്ട്. നിങ്ങൾ തിരുത്തുക. ഓക്കെ. അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്താക്കുക, അതും നിങ്ങൾ ചൂണ്ടിക്കാട്ടുക. അതൊക്കെ പരിഹരിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്. ഓക്കെ. അത് നിങ്ങൾ മാനിച്ചിരിക്കും. നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും മാനിച്ചിരിക്കും. ഓക്കെ അല്ലേ കൂട്ടുകാരെ? യെസ്. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലവ് ചിഹ്നോ തംസപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു കമന്റ്സ് ആണ് എനിക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്?
ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനമായ കവച് അല്ലെങ്കിൽ കവചം ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 21-നാണ്. 2025 ജനുവരി 21-നാണ് കൂട്ടുകാരെ കവച് അല്ലെങ്കിൽ കവചം എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ എന്താണ് മുന്നറിയിപ്പ് സംവിധാനമാണ് കവച് അല്ലെങ്കിൽ കവചം. അത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് കൂട്ടുകാരെ. അത് 2025 ജനുവരി 21-നാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ഓക്കെ അല്ലേ? യെസ്. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. കവചത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. കവചത്തിന്റെ ഫുൾ ഫോം എന്താണ്? കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് എന്താണ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ഫുൾ ഫോം എന്താണ്? കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. ഓക്കെ അല്ലേടാ? കേരളത്തിന്റെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അല്ലേ? കൊച്ചു കേരളം. 2025 ജനുവരി 21-ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 2025 ജനുവരി 21-ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നുകൊണ്ട് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? വിദൂര പ്രദേശങ്ങളിലും വിമാനങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമായ ജിസാറ്റ്-2 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് N2 അല്ലേ? GSAT-N2 വിക്ഷേപണ വാഹനം ഏത്? വിദൂര പ്രദേശങ്ങളിലും വിമാനങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമായ GSAT-N2 വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ പറയണം അത് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. ഏതാണ് കൂട്ടുകാരെ? ഫാൽക്കൺ 9 റോക്കറ്റ്. GSAT-N2, GSAT-20 അല്ലെങ്കിൽ CMS-03 എന്നും അറിയപ്പെടുന്ന ഇത് അതിവേഗ ഇന്റർനെറ്റും ആശയവിനിമയ സേവനങ്ങളും നൽകുന്ന ആശയവിനിമയ ഉപഗ്രഹമാണ്. GSAT-N2, GSAT അല്ലെങ്കിൽ GSAT-20 അല്ലെങ്കിൽ CMS-03 എന്നും അറിയപ്പെടുന്ന ഇത് അതിവേഗ ഇന്റർനെറ്റും ആശയവിനിമയ സേവനങ്ങളും നൽകുന്ന ആശയവിനിമയ ഉപഗ്രഹമാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് GSAT-20 ഉപഗ്രഹം വിക്ഷേപിച്ചത്. ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് GSAT-20 എന്ന ഈ ഉപഗ്രഹം വികസിപ്പിച്ചത്. ഓക്കെ അല്ലേ? US-ലെ കേപ്പ് കാനവറൽ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് 2024 നവംബർ 18-നാണ് ഇത് വിക്ഷേപിച്ചത്. ഓർത്തു വെച്ചോ, ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ്. ഫാൽക്കൺ 9 റോക്കറ്റ് 2024 നവംബർ 18-നാണ് ഇത് വിക്ഷേപിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായുള്ള ഇന്ത്യയുടെ ആദ്യ സഹകരണമാണ് ഇത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായുള്ള ആദ്യ സഹകരണമാണ് ഏതിടാ? നമ്മുടെ ഈ ഫാൽക്കൺ 9 റോക്കറ്റ്. ഓക്കെ അല്ലേടാ? യെസ്.
ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ആദ്യ മരണം ഓർത്തു വെച്ചോ, പേസ് ചോദിക്കണ്ട. ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് പൂനെ അല്ലേ? പൂനെയിലാണ്. ശരീര പ്രതിരോധ സംവിധാനമായ പെരിഫറൽ നാഡീ വ്യവസ്ഥയെ ആക്രമിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം അല്ലെങ്കിൽ GBS എന്നറിയപ്പെടുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം. ഏത് നാഡീ വ്യവസ്ഥയാണല്ലേ? ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനമായ പെരിഫറൽ നാഡീ വ്യവസ്ഥയെ ആക്രമിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഓക്കെ അല്ലേ? 2025 ജനുവരിയിൽ പൂനെയിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. പനി, ഛർദി, വയറിളക്കം, വയറുവേദന, അതിസാരം, കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. പനി, ഛർദി, വയറിളക്കം, വയറുവേദന, അതിസാരം, കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് പ്രധാന രോഗലക്ഷണം. നാഡിയുടെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയും ബാധിക്കുന്ന രോഗം പക്ഷാഘാതത്തിനും കാരണമായേക്കാം. ഓക്കെ അല്ലേ? യെസ്. 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്തത് ഉഗാണ്ടയിലാണ്. ഓർത്ത് വെച്ചോ, ഡിങ്ക ഉഗാണ്ട. 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്ത് ഉഗാണ്ടയിലാണെന്നും ഓർത്തു വെക്കണേ. യെസ്. ഇനി 2024 ഡിസംബറിൽ അമേരിക്കയിലാണ് നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. 2024 ഡിസംബറിൽ അമേരിക്കയിലാണ് നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ്? യെസ്, ഡിസംബറിൽ അമേരിക്കയിലാണ് നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? 2025 ജനുവരിയിൽ ചൈന റിപ്പോർട്ട് ചെയ്ത വൈറസ് രോഗമാണ് HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഇന്ത്യയിൽ അടുത്ത കേസ് റിപ്പോർട്ട് ചെയ്ത് ബാംഗ്ലൂരുവിലാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഇതാണ് യെസ് HMPV എന്താണ്? ഒരു വൈറസ് രോഗമാണ് HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. HMPV 2025 ജനുവരിയിൽ ചൈന റിപ്പോർട്ട് ചെയ്ത വൈറസ് ആണ് HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഈ HMPV വൈറസ് രോഗമായ HMPV ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? അത് ബംഗളൂരുവിലാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് കൂട്ടുകാരെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് പുറത്തിറക്കിയ 2021 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 അല്ലേ? ഭദ്രതാ സൂചികയിൽ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് നമ്മുടെ ഒഡീഷ. ഒന്ന് ഓർത്തു വെക്കുക. ഏതാണ്? ഒഡീഷ. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? ഒഡീഷയാണ് അല്ലേ? ഒഡീഷയാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്താനായി എന്തിനാണ്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്താനായി നീതി ആയോഗ് പുറത്തിറക്കിയ സംവിധാനമാണ് സാമ്പത്തിക ഭദ്രതാ സൂചിക ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ FHIA എന്നത്. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ. 18 പ്രധാന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിന് 15ാം സ്ഥാനമാണുള്ളത്. ഈ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തിന് പിന്നിലുള്ളത്. 2022-23 വർഷത്തിലെ സാമ്പത്തിക നില പരിഗണിച്ചിരിക്കുന്നത് അന്നത്തെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി നിലവിലെ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. ഓർത്തു വെക്കുക. നിലവിലെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി. ഓക്കെ അല്ലേ?
വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ കൂട്ടുകാരെ. എന്താണ്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? അത് തളിപ്പറമ്പ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. ഏതാണ്ടാ കൂട്ടുകാരെ? നമ്മുടെ തളിപ്പറമ്പാണല്ലേ. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരതാക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയ തുടങ്ങിയ എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ സാക്ഷരത എന്ന നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം എന്താണ്? തളിപ്പറമ്പാണല്ലേ. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് പദ്ധതി അല്ലേ. എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ. അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ 2024 ഫെബ്രുവരി 24 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പദ്ധതിയാണ് ഡിജി കേരളവും PSC ചോദിച്ചാണ് കേട്ടോ. കേരളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പദ്ധതിയാണ് ഡിജി കേരളം എങ്കിൽ രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ പറയണം അത് കിളിമാനൂരാണ്. ഡിജിറ്റൽ സാക്ഷരത മണ്ഡലം ചോദിച്ചാൽ പറയണം അത് തളിപ്പറമ്പാണെന്നും കൂടി ഓർത്തു വെക്കുക. പരസ്പരം മാറല്ലേ കുറേ കിളികൾ വന്ന് നിന്നുകൊണ്ട് ബ്ലോക്ക് ആയി എന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ജസ്റ്റ് ചെറിയൊരു ലിങ്കൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ ചെറിയൊരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ PSC പരീക്ഷകളിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഓക്കെ. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണെങ്കിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ്? മൂവാറ്റുപുഴയാണ്. നഗരം മൂവാറ്റുപുഴ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനത്ത് നഗരസഭ മൂവാറ്റുപുഴ. ഒരു 3 പുഴയൊക്കെ കൂടുമ്പോൾ ഒരു നരകമായിട്ട് മാറി. ആ സ്ഥലത്തെ ആൾക്കാർക്ക് ഒരു നരകമായിട്ട് മാറി. എന്തെങ്കിലും ചെറിയ ലിങ്ക് ഞാൻ പറയുന്നില്ല, നിങ്ങളുടേതായ ലിങ്ക്. ചിലപ്പോൾ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്താവില്ല, ചിലപ്പോൾ ഒരു ദഹിക്കൂല അല്ലേ. അപ്പം നിങ്ങളായ ലിങ്ക് കണക്ഷൻസ് നിങ്ങൾ തന്നെ കൊടുക്കുക. അപ്പം ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ മണ്ഡലം ചോദിച്ചാൽ തളിപ്പറമ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്, നഗരസഭ മൂവാറ്റുപുഴയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അഭിപ്രായം എന്തും ആയിക്കോട്ടെ. ഇനിയും എന്താണ് നല്ല കമൻറ്റൊക്കെ എഴുതാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ നല്ല കമൻറ്റോ മോശം കമൻറ്റോ കുറേ വേർഡ്സ് എഴുതാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുറേ വേർഡ്സ് തന്നെ എഴുതുക. ഓക്കെ, അത് ചൂണ്ടിക്കാട്ടുക. ഓക്കെ അല്ലേ? നല്ലത് പറയുക. ഇനി മോശമാണെന്ന് നിങ്ങൾ തോന്നിയെങ്കിൽ മോശം പറയുക. ഓക്കെ. ഇനി നിങ്ങൾ ഇതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അയ്യോ സാറേ എനിക്ക് ഇത്തരത്തിലെ കമന്റ് ഒന്നും എഴുതാനൊന്നും അറിയില്ല സാറേ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈൽ ഇടാം, അല്ലെങ്കിലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന ചിഹ്നം ഇടാം, അല്ലെങ്കിലോ ഒരു തംസപ്പ് ഇടാം, അല്ലെങ്കിൽ സ്മൈൽ ഇടാം. എന്തെങ്കിലും ആയിക്കോട്ടെ. എത്രയോ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയോ ഇമോജീസ് ഇല്ലേ, ആ ഇമോജി ഒക്കെ ഇടുക. ഓക്കെ അല്ലേ? എത്ര ഇമോജീസ് വേണമെങ്കിലും ഇമോജികൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നിങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. PSC ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ PSC തൊഴിൽ വാർത്ത, തൊഴിൽ വിധി വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു.